ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ആർച്ചിവിസ് പ്രോംപ്റ്റ് എഞ്ചിൻ എന്നെ ഒരു സ്ക്രിപ്റ്റ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ അന്ന് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പ്രധാനമായും പ്രോംപ്റ്റുകൾ ജനറേറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടുകൾ എങ്ങനെ എടുക്കാം എന്നാണ് നമ്മൾ നോക്കിയത്. പക്ഷേ ആ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് അതിൽ മാത്രം അത് ഒതുങ്ങുന്നില്ല. നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള പഴയ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചില വർക്കുകളൊക്കെ എടുത്തിട്ട് അവയെ കൂടുതൽ ഡീറ്റെയിൽസ് ആക്കാനും പുതിയ ആംഗിളുകൾ സൃഷ്ടിക്കാനും സ്റ്റോറി ബോർഡ് സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്യാനും ഈ ടൂൾ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഏകദേശം ഒരു 6 വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു പ്രൊജക്റ്റ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ഷോട്ടുകൾ ഞാൻ ആദ്യം കാണിക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വ്യൂവിനെ അടിസ്ഥാനമാക്കി നമ്മുടെ പ്രോംപ്റ്റ് ജനറേറ്റർ ഉപയോഗിച്ച് എങ്ങനെ പുതിയ ഷോട്ട്, പുതിയ ഐഡിയകൾ, കൂടുതൽ സിനിമാറ്റിക് ഔട്ട്പുട്ട് എങ്ങനെ സൃഷ്ടിക്കാം എന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇമേജസൊക്കെ കുറച്ച് ഷോർട്സ് ഞാൻ നേരെ ഗൂഗിൾ ഫ്ലോയിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൂഗിൾ ഫ്ലോ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ 3D Max ഓപ്പൺ ചെയ്ത് നമ്മുടെ സ്ക്രിപ്റ്റ് റൺ ചെയ്യണം അല്ലേ. സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ബ്രൗസ് എന്ന ഓപ്ഷനിൽ ഏതാണ്, ഞാനൊരു സ്ട്രക്ചറൽ ഇമേജ് നമുക്ക് അവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ വ്യൂ 1 ഈ ഒരു ഇമേജ് അവിടെ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ലൊക്കേഷൻ ഇമേജ് ലോക്ക്, ആ ലൊക്കേഷൻ ഇമേജ് ലോക്കും ഞാൻ എന്ത് ചെയ്യാണ്, ആ സെയിം ഇമേജ് തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്കിവിടെ ലൊക്കേഷൻ നോട്ട്സ് ഉണ്ടല്ലേ, അപ്പോൾ ഞാൻ അവിടെ ആഡ് ആക്കാണ്. ആഡ് pure white thick clouds on the sky എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ ലൊക്കേഷൻ നോട്ട്സിൽ. അതിനുശേഷം നമുക്കിവിടെ അതിൻ്റെ ബിൽഡിംഗ് സ്റ്റൈല്, ഇപ്പോൾ അതൊരു ട്രോപ്പിക്കൽ ട്രഡീഷണൽ കേരള ഹൗസാണ്. അപ്പോൾ അത് ട്രഡീഷണൽ കേരള ഹൗസ് കൊടുത്ത് അതിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈല് നമുക്കൊരു കേരള ട്രഡീഷണൽ കൊണ്ട് കൊടുക്കാം. അതിനുശേഷം ലൊക്കേഷൻ ഒന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ലൊക്കേഷൻ ഇമേജ് ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ മൂഡ് ടൈം, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മൂഡ് ടൈം മാറ്റാം. നമുക്ക് അതിൻ്റെ മിഡ് ഡേ, ഗോൾഡൻ അവർ, ഏത് ടൈം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ മിഡ് ഡേ തന്നെ ഞാൻ വെച്ചേക്കാണ്. അതിൻ്റെ സീസൺ ഞാൻ തൽക്കാലത്തേക്ക് മൺസൂൺ ആക്കണം. നേരത്തെ ഉണ്ടായിരുന്ന സമ്മർ ടൈപ്പ് ആയിരുന്നു, ഞാൻ മൺസൂൺ ആക്കി. അതിൻ്റെ ഇതൊരു പാർഷ്യലി ക്ലൗഡി ആക്കി ഇട്ട് വെച്ചേക്കണം. ഹ്യൂമൻ പ്ലസ് വെഹിക്കിൾ സ്പെഷ്യൽ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാൻ അതൊന്നും വേണ്ട. ബൗണ്ടറി വാൾ ഓട്ടോ എന്നുള്ളത് ഞാൻ നോ ബൗണ്ടറി വാൾ, നമുക്ക് ബൗണ്ടറി വാളൊന്നും വേണ്ട. ഓക്കെ, അത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം അതിലെ ക്യാമറ പ്ലസ് ക്വാളിറ്റി, ഇതിൽ ഒരു ഫോഴ്സ് ഫ്രണ്ട് റോഡ് പ്ലസ് വിസിബിൾ സൈഡ് കോർണർ റോഡ് എന്നൊരു സംഭവമുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാണ്, അതൊന്ന് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ജനറേറ്റ് മെയിൻ പ്രോംപ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ ഫ്ലോയിൽ പോയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ നാനോ ബനാന 2 ഇവിടെ ഞാൻ സെലക്ട് ചെയ്യേണ്ട, നാനോ ബനാന പ്രോയിൻ്റ് 2 ഉണ്ട്, 2 സെലക്ട് ചെയ്തു. അതിൽ നമുക്ക് എന്താ ഏത് റെസൊല്യൂഷനിൽ വേണ്ട 1:1 ഞാൻ ഈ ഒരു തൽക്കാലം 1:1 സെലക്ട് ചെയ്തു. എത്ര ഇമേജ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം, 2 എണ്ണം, ഞാൻ 2 കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഇമേജാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ഇമേജിൽ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഈ ഒരു ഇമേജിലാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പ്രോംപ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ഇമേജ്, ആ ഇമേജിൽ യാതൊരു വ്യത്യാസം വരുത്താതെ എന്നാൽ അതിൽ അവിടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ആക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു മൺസൂണാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ, ആ ഒരു തിക്ക് ക്ലൗഡൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട് എങ്ങനെ വരാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും, നല്ല തിക്ക് ക്ലൗഡ്സ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആ ഒരു റോഡൊക്കെ മൺസൂൺ ആയതുകൊണ്ട് എന്താ നനഞ്ഞ് കിടക്കുന്നുണ്ട് അല്ലേ. അത് ഫസ്റ്റ് ഷോട്ട്. രണ്ടാമത്തെ ഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അതും ചെറിയൊരു നനവൊക്കെ പോലെയുണ്ട്, ആ ക്ലൗഡ്സ് അധികം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ, നമ്മൾ 2 ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ഔട്ട് എന്താ പറയുക കറക്റ്റ് ആയിരിക്കില്ല, ആ തലതിരിഞ്ഞ് പോവും. അതങ്ങനെയാണ്, അത് എയുടെ ഒരു സംഭവമാണത്. അപ്പോൾ ഈ ഒരു ഷോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നല്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആ പ്രോംപ്റ്റ് ജനറേറ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു എന്താ പറയുക ഒരാളെ ആഡ് ചെയ്യണം, ഒരു സൈക്കിള് ഓടിക്കുന്ന ഒരാൾ. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഈ ഒരു
ഒരു സ്റ്റോറി ബോർഡ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ഈ ഒരു ഇമേജ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു കേട്ടോ. നമുക്ക് ഏത് ഇമേജാണോ വേണ്ടത് ആ ഒരു ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ ഒരു ആഡ് കേരള എന്താ പറയുക, ഓൾഡ് മാൻ അല്ലേ, ഓൾഡ് മാൻ റൈഡിങ് ആൻ ഓൾഡ് കേരള സൈക്കിളിന് അടിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ വേറെ വല്ല സൈക്കിളൊക്കെ വരും. കേരള സൈക്കിൾ എന്ന് കൊടുക്കുക. കേരള സൈക്കിൾ ടുവേർഡ്സ് ദ ക്യാമറ എന്ന് കൊടുക്കുക, ടുവേർഡ്സ് ദ ക്യാമറ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കേരള മാൻ, ഒരു ഓൾഡ് മാൻ ഒരു കേരള സൈക്കിൾ റൈഡ് ചെയ്യാണ്, നേരെ ക്യാമറയ്ക്ക് നേരെയാണ് വരുന്ന പോലെ എഴുതിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക, അത്രയും കൊടുത്താൽ മതി. ഒരു ചെറിയൊരു പ്രോംപ്റ്റ് നമുക്കൊന്ന് എഴുതി വിടാം. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് കണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ എഴുതി കൊടുക്കാം കേട്ടോ, ആ ഒരു കേരള മാൻ്റെ കാര്യം. അപ്പോൾ അതിൽ തന്നെ ആ ഒരു സംഭവം വന്നേനെ. ഓക്കെ, അപ്പോൾ അത് ജനറേറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു ഇമേജ് അവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ കാണാം, കണ്ടോ, ഇത് കുറച്ച് സൈസ് കുറച്ച് കൂടുതലാണ്, പക്ഷേ കുഴപ്പമില്ല. അതുപോലെ വേറൊരു ഷോട്ട്, അത് നേരെ ഓപ്പോസിറ്റ് മോഡലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, രണ്ട് ഷോട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പോക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു റീയൂസ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റണ്ണ് കൊടുത്താൽ മതി വീണ്ടും. അപ്പോൾ അത് വീണ്ടും റൺ ആയിക്കോളും. അപ്പോൾ സെക്കൻഡ് ഷോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അടുത്ത ഷോട്ട്, വലിയ കുഴപ്പമില്ല. അതുപോലെ അവനോട് വരാണ്ട്. ഓക്കെ, ഈ ഒരു ഷോട്ട് നോക്കുമ്പോൾ അവിടെയും ഇതും വലിയ കുഴപ്പമില്ല, സൈക്കിള് ചവിട്ടി വരുന്ന സീനല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനെ ഒരു എന്താ പറയുക, ലോ ആംഗിൾ ആക്ഷൻ ഷോട്ട് പോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ആ ഒരു സൈക്കിൾ കാറിനെ ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ ഒരു ഏകദേശം ഇതൊക്കെയാണ്, ഈ ഒരു വ്യൂ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ക്രിയേറ്റ് ലോ ആംഗിൾ ആക്ഷൻ ഷോട്ട് ഓഫ് ദ സൈക്കിൾ റൈഡിങ് മാൻ. പിന്നെ എന്നിട്ട് വേണമെങ്കിൽ എഴുതാം ഷോ സം water puddles and tire marks on the road എന്ന് എഴുതല്ലേ. ഇത്രയും എഴുതിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ ഷോട്ട് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 3/4 എടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ, ലോ ആംഗിൾ ആക്ഷൻ ഷോട്ട് ആണല്ലോ. ഇത്രയും എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം കേട്ടോ. നമ്മൾ ഇമേജ് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏതാ വേണ്ടതെന്നുള്ളത്. അപ്പം നമ്മുടെ ആ ഒരു ഷോട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് നോക്കിയാൽ കാണാൻ പറ്റും, അടിപൊളിയായിട്ടില്ലേ, ഒരു ആക്ഷൻ ഷോട്ട്. ടയറിൻ്റെ മാർക്കൊക്കെ അവിടെ കാണാം. നമ്മുടെ വീട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല അധികം, ആ ഒരു തിക്ക് ക്ലൗഡ്സൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ അടുത്തൊരു ഷോട്ടാണ് ഇത് അല്ലേ. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വീണ്ടും റീയൂസ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും റൺ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഷോട്ട് വരും. നാനോ ബനാന 2 അല്ലേ, ഫ്ലോ അല്ലേ, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഷോട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു ഷോട്ടാണ്, കുഴപ്പമില്ല. എന്നാലും അടുത്തൊരു ഷോട്ട് നോക്കുമ്പോൾ ഇത് വേണ്ട. ഈ ഒരു ഷോട്ടിൽ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ പോയി അല്ലേ. അപ്പോൾ ഈ ഷോട്ടാണ് എന്ത് തെറ്റായിട്ട് വന്നിട്ടുള്ള ഷോട്ട്. അപ്പോൾ നമുക്കത് വേണ്ട. അപ്പോൾ ഈ ഒരു ഷോട്ടൊക്കെ ഇതും ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിലൊരു ഷോട്ട് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ഇതെനിക്ക് ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കട്ടെ 2K അപ്സ്കെയിലേക്ക് ഇട്ടിട്ട്. ഓക്കെ, ഇനി നമുക്കൊരു അടുത്ത വ്യൂ നമുക്ക് നോക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു എന്ത് ചെയ്യാം, നമ്മുടെ മാക്സ് ഓപ്പൺ ചെയ്യാം അല്ലേ. മാക്സ് ഓപ്പൺ പ്രോംപ്റ്റിൽ പോയിട്ട് അടുത്ത ഇമേജ് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കിണ്ടി ഇരിക്കുന്നുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്യാണ്. ആ ലൊക്കേഷൻ മാർക്കിലും ആ സെയിം കിണ്ടി തന്നെ കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ മാറരുത്, സെയിം വ്യൂ സെയിം ആംഗിൾ എല്ലാം സെയിം ആയിരിക്കണം. അപ്പോൾ അവിടെ ലൊക്കേഷൻ നോട്ട് അല്ലേ, അവിടെ നമുക്ക് എന്നിട്ട് എഴുതുന്നുണ്ട് കിണ്ടിയുടെ ഷോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇലയിൽ ഒരു പ്രസാദം കൊണ്ടുവയ്ക്കാം, വാഴ ഇലയിൽ. അപ്പോൾ എന്നിട്ട് ചെയ്യാം ഏടെ കേരള ടെമ്പിൾ പ്രസാദത്തിന് ഇപ്പോൾ എന്നിട്ട് പറയാം, പ്രസാദം തന്നെ ഇതല്ലേ, ടെമ്പിൾ
പ്രസാദം, പിന്നെ സ്മോൾ banana leaf with some തുളസി leaves. തുളസിയിൽ എന്നിട്ട് പറയാ വിത്ത് വെറ്റ് വാട്ടർ ഡ്രോപ്സ് കൂടി ആഡ് ചെയ്യാം. വാട്ടർ ഡ്രോപ്സ്. അപ്പോൾ ഈ ലൊക്കേഷൻ നോട്ട്സിൽ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നേരെ നമ്മുടെ ടൈം ഓഫ് ഡേ മിഡ് ഡേ എന്നുള്ളത് ആ മിഡ് ഡേ തന്നെ ഇടുന്നോട്ടെ. അൾട്രാ അതായത് മൺസൂൺ മഴ ആയിക്കോട്ടെ. അതേപോലെ നമുക്കിതൊരു ഓവർകാസ്റ്റ് ഇട്ട് പഠിക്കാം. മൺസൂണിൽ ഓവർകാസ്റ്റ് അല്ലെങ്കിൽ റെയിൻ കൊടുക്കണം. ജസ്റ്റ് ഒന്ന് റെയിൻ കൊടുത്തേക്കാം. മഴയത്ത് ഇങ്ങനെയാണ് നോക്കാം. ഓക്കെ, അതിനുശേഷം ഇത്രയും കൊടുത്തതിന് ശേഷം വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ജനറേറ്റ് മെയിൻ പ്രോംപ്റ്റ് അടിക്കുക. പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ഫ്ലോ ഓപ്പൺ ചെയ്യുക. ഫ്ലോയിൽ നേരെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കിണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്യുക. നമ്മുടെ പ്രോംപ്റ്റ് ആഡ് ചെയ്യും മുമ്പ് ഞാനിവിടെ എൻ്റെ ഇത് കൊടുക്കുകയാണ്. നമുക്ക് ഏത് റെസൊല്യൂഷൻ മീൻസ് ആസ്പെക്ട് റേഷ്യോ 1:1 എന്ന ആസ്പെക്ട് റേഷ്യോ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഞാനിവിടെ പേസ്റ്റ് ചെയ്യണം കേട്ടോ പ്രോംപ്റ്റ്. അതിനുശേഷം ഒന്ന് റൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെ കിട്ടാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് അവിടെ വന്നിട്ടുണ്ട്. യെസ്, കണ്ട നമ്മുടെ വ്യൂ എങ്ങനെയായിരുന്നു, ആ ഒരു ഇതായിരുന്നു റെൻഡർ. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത് കണ്ടില്ലേ, ഒന്നുകൂടി റിയലിസ്റ്റിക് ആയില്ലേ. മഴയത്തുള്ള ആ ഒരു പ്രസാദമൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ റെൻഡർ ചെയ്ത ഔട്ട്പുട്ട്. ഇതതിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്മുടെ പുതിയ പ്രോംപ്റ്റ് അനുസരിച്ചിട്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഇമേജിൽ കണ്ട തോന്നിയ സ്ഥലത്ത് കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം പോക്കായിരിക്കും. ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ റൺ ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഔട്ട്പുട്ട് എടുത്ത് നോക്കാം. ചിലപ്പോൾ വേറെ വല്ല വ്യൂ ആയിരിക്കും വരാം. അല്ല, സംഭവം അടിപൊളിയായില്ലേ. ഇതേപോലെ നമുക്ക് ഒരുപാട് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പഴയ വർക്കുകളും അടിപൊളിയാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു അടുത്ത ഷോട്ടിലേക്ക് പോകാം. നമുക്ക് അടുത്ത ഷോട്ടിലേക്ക് പോകും മുമ്പ് നമ്മുടെ കിണ്ടിയുടെ ഒന്നുകൂടെ വന്നിട്ടുണ്ട് ഔട്ട്പുട്ട്, വേറെ പുതിയൊരു ഔട്ട്പുട്ട് കണ്ട. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ സ്റ്റോറി ബോർഡൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി വയ്ക്കാം. നമുക്കിതിനെ വേണമെങ്കിൽ പിന്നീട് വീഡിയോ പോലെയൊക്കെ ആക്കാം കേട്ടോ. ഇത് പോക്കാണ്, നോക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഇതൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, നേരെ എന്ത് ചെയ്യുക, 2K സ്കില്ലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഓഫർ മറക്കണ്ട. ഈ ഫ്ലോ എങ്ങനെ കിട്ടും, ഗൂഗിൾ ഫ്ലോ അറിയാലോ. നാട്ടിൽ ജിയോ സിമ്മുള്ള ആൾക്കാർ അംബാനിയുടെ ഓഫർ കളയാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് അത് സെറ്റാക്കാൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഔട്ട്പുട്ട് ഏതാ നോക്കണ്ട. നമുക്ക് അടുത്തത് വേറൊരു വ്യൂ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു വ്യൂ നോക്കാം അല്ലേ. ഈ ഒരു വ്യൂ നോക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് പ്രോംപ്റ്റ് റെഡിയാക്കണം. പ്രോംപ്റ്റ് റെഡിയാക്കാനായിട്ട് നമ്മുടെ മാക്സിൽ പോവുക. മാക്സിൽ പോയതിന് ശേഷം നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കണല്ലേ. ഈ ഒരു ആംഗിളാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ആ സെയിം ആംഗിൾ തന്നെ എന്ത് ചെയ്തു, ഞാൻ ലൊക്കേഷൻ ഇമേജ് ലോക്കിൽ ഇട്ടു. അങ്ങനെ ഇടുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു ഇമേജ് പൂർണ്ണമായിട്ടും ലോക്കാവും. പിന്നെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ട നോട്ട്, എന്ത് നോട്ടാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഫോഗി മോർണിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേക്ക് ഇറ്റ് എ ഫോഗി മോർണിംഗ് വിത്ത് ഗോഡ് റേസ് എന്ന് ടൈപ്പ് ചെയ്തു. ഡു നോട്ട് റിമൂവ് ദ സ്കൂട്ടർ ഫ്രം ദ സീൻ. അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ടൈം ഓഫ് ദ ഡേ എന്ത് ചെയ്തു, നമുക്കൊന്ന് ഇത് മിഡ് തന്നെ ഇടുന്നോട്ടെ. പിന്നെ ഇത് മൺസൂൺ ടൈം, റെയിൻ എന്നുള്ളത് നമുക്ക് ഫോഗ് ആക്കാം. ഓക്കെ, ഇത് നമുക്ക് ഓവർകാസ്റ്റ് ഡേ കൊടുക്കാം. വേണ്ട, ഗോൾഡൻ അവർ കൊടുക്കാം, ഫോഗ്. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ അതിൽ പോയിട്ട് ഫ്ലോയിൽ പോയിട്ട് നമ്മുടെ ഇമേജ് ഏതാണോ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് റെസൊല്യൂഷന് വേണ്ട ആ റെസൊല്യൂഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക, റൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ഫോഗി മോർണിംഗ് അല്ലേ. മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു ഫോഗായിട്ടുള്ള ഒരു ഷോട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഷോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
ഇപ്പോൾ രണ്ടാമത്തെ ഷോട്ടും വന്നിട്ടുണ്ട് അല്ലേ. ഒരു മൺസൂൺ ആയതുകൊണ്ട് മഴ വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഗോഡ് റൈസ് വരുന്നുണ്ട്. ഓക്കെ, കാണാൻ ഭംഗിയുണ്ട്. യെസ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം, റീയൂസ് പ്രോംപ്റ്റ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്താൽ മതി വീണ്ടും. അപ്പോൾ വീണ്ടും അതിൻ്റെ തന്നെ വേറൊരു വേരിയേഷൻ അവർ ഉണ്ടാക്കി തരും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇമേജ് നമ്മൾ ഔട്ട് എടുത്തുള്ളൂ, ഇതിൻ്റെ ഈ ഒരു മാംഗോസിൻ്റെ ഒക്കെ ഒരു പോർട്രേറ്റ് ഷോട്ട് എടുത്ത് എങ്ങനെ ഉണ്ടാവും, നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ പ്ലസ് ആഡ് ചെയ്യുക, എന്നിട്ട് നേരെ ആ ഒരു ഔട്ട്പുട്ട് ഏതാണെന്ന് നോക്കാട്ടോ. ഇതല്ല ഔട്ട്പുട്ട്, യെസ്, ഇത് തന്നെയാണ് തോന്നുന്നു ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്പുട്ട് ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു പ്രോംപ്റ്റ് ഞാനവിടെ എഴുതി കൊടുക്കാൻ പോണത് എന്താണ്, ക്രിയേറ്റ് എ പോർട്രേറ്റ് ഷോട്ട് ഓഫ് ദ മാംഗോസ് ഓൺ ദ മാംഗോ ട്രീ ബാക്ക്ഗ്രൗണ്ട്, ഷോ ദ ഹൗസ്, ദ മാംഗോസ് ബിഹൈൻഡ് ഹാവ് സൺറൈസ് വിത്ത് എ ഗോൾഡൻ അവർ ഷോട്ട്. ഇങ്ങനെ ഒരു ഇത് എഴുതിയിട്ടാണ് ഞാൻ കൊടുക്കണേ. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നേരത്തെ രണ്ടാമത്തെ ഷോട്ട് നമ്മൾ കൊടുത്തപ്പോൾ ഒന്നുകൂടി ഭംഗി വന്നിട്ടോ, നല്ല ഫോഗിൽ ലൈറ്റൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്ത ഷോട്ട്. അപ്പോൾ നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡൗൺലോഡ് 2K അപ്സ്കെയിൽഡ് അടിക്കട്ടോ. അപ്പോൾ ഒരു ഷോട്ട് അവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മാംഗോസിൻ്റെ ഷോട്ട് വരുന്നത്. അത് ഒരു സുഖമായില്ല അല്ലേ. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി റീയൂസ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുക, റൺ അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഷോട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് അല്ല, മാംഗോ ആ ലാസ്റ്റിൽ വരുന്നത്. ഇവിടെയും കുഴപ്പമില്ല, എന്നാലും ഒരുപാട് മാംഗോസായി. ഓക്കെ, ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ, ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷോട്ട് എടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ആ ഒരു വീടൊന്നും മാറിപ്പോയിട്ടില്ല, അപ്പോൾ അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്കൊരു അടുത്ത ഷോട്ട് നോക്കാം. അടുത്ത ഷോട്ട് ഈ ഒരു ഷോട്ട് എടുക്കാം, ഓടിൻ്റെ അല്ലേ. അപ്പോൾ ഓടിൻ്റെ ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മാക്സ് ഓപ്പൺ ചെയ്യുക. അതിലെന്ത് ചെയ്യുക, ഈ ഓടിൻ്റെ ഷോട്ട് അവിടെ ആഡ് ചെയ്യുക. രണ്ടാമത്തേലും സെയിം ഇമേജ് തന്നെ ആഡ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തൊരു ടൈപ്പിൻ്റെ ആഡ് വാട്ടർ ഫ്ലോയിങ് ഓൺ ദി റൂഫ് ടൈൽസ്. പിന്നെ വേറെ എന്തിട്ട് ചെയ്താ, ദി വാട്ടർ ഫോളിങ് ഓൺ ദി വാട്ടർ ഫോളിങ് ഓൺ മോഷൻ ബ്ലർ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും വെറുതെ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി, അതിന് മനസ്സിലായിക്കോളും. ഈ ടൈം ഓഫ് ദ ഡേ നമുക്ക് മിഡ് ഡേ എന്ന് ആക്കാം, മൺസൂൺ ടൈം ഇത് എന്താ റെയിനി ഡേ ആക്കാം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ജനറേറ്റ് മെയിൻ പ്രോംപ്റ്റ് അടിക്കുക, കോപ്പി ചെയ്യുക. അതിനുശേഷം ഫ്ലോ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓട് അവിടെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക, റൺ അടിക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ പുതിയൊരു ഔട്ടോടെ വന്നിട്ടുണ്ട് കേട്ടോ, ഓടിൻ്റെ. ഇതിപ്പോൾ ഒരു ഇമേജ് വന്നു, തെറ്റായ ഇമേജാണ്. രണ്ടാമത്തെ ഇമേജ് കറക്റ്റ് ആവുമെന്ന് വിചാരിക്കണേ. രണ്ട് ഇമേജിൽ ഏതെങ്കിലും ഒന്ന് പോക്കാണല്ലോ, അപ്പോൾ അതാണ് ഫസ്റ്റ് വന്നത്. രണ്ടാമത്തെ ഇമേജ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇമേജ് വന്നിട്ടുണ്ട്, അതും തെറ്റാണല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി റീയൂസ് പ്രോംപ്റ്റ് അടിക്കുക, റൺ അടിക്കുക. ഇപ്പോൾ ആ ഒരു ഷോട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മഴ വീണിട്ട് അതിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് പറഞ്ഞിട്ടുള്ളത്, എല്ലാത്തും കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. അടുത്തത് നോക്കാം. ഇത് നമുക്ക് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീയൂസ് പ്രോംപ്റ്റ് അടിച്ചിട്ട് ഒന്നുകൂടി റൺ ചെയ്താൽ മതിട്ടാ. അപ്പോൾ അടുത്ത രണ്ട് ഇമേജ് കൂടി ഇവിടെ ഇതാവട്ടെ. നമ്മുടെ രണ്ടാമത്തെ ഇമേജ് ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ അടുത്ത ഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഏകദേശം കുഴപ്പമില്ല, ചെറിയ മാറ്റം ഉണ്ട് വ്യൂവിൽ, എന്നാലും കുഴപ്പമില്ല. ആ ഒരു സെയിം സംഭവം തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് ഇതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഷോട്ടാണ് ഇവിടെ വന്നിട്ട്. ഈ ഒരു ഷോട്ട് കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് കണ്ട മഴയൊക്കെ വന്നിട്ട് പെയ്യുന്ന ഒരു ഇത്. അതൊക്കെ നമുക്ക് വീഡിയോയ്ക്ക് പെട്ട സാധനം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എനിക്കിഷ്ടമായി, ഞാനിത് എന്ത് ചെയ്യുക, അതോടെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക.
അപ്പോൾ ഇതേപോലെ ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഒരുപാടാവും, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കുറേ ഷോട്ടുകളൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എന്താ പറയുക, ഈ ഒരു ഷോട്ടൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഷോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കാം. അതാദ്യം എന്ത് ചെയ്യുക, 3D മാക്സിൽ പോയിട്ട് ആഡ് ചെയ്യണം അല്ലേ. 3D മാക്സിൽ പോയിട്ട് ആദ്യം എന്ത് ചെയ്യുക, സെയിം ഹൗസ് തന്നെ, സെയിം ആംഗിൾ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ എഴുതി കൊടുക്കുകയാണ്, എന്താ പറയുക, നമുക്കൊരു അബണ്ടൻ്റ് ലുക്ക് വേണം ഈ ഒരു ഹൗസിന്. അപ്പോൾ നമുക്കതിനെ മേക്ക് ദി ഹൗസ് ലുക്ക് ലൈക്ക്, എന്താ പറയുക, ഒരു അബണ്ടൻ്റ് ലുക്ക് പറയല്ലേ, അബണ്ടൻ്റ് സ്പെല്ലിങ് അബണ്ടൻ്റ് ഫോർ എത്ര, ഒരു 10-30 വർഷത്തേക്ക്, ഒരു 30 years ആയിട്ട് ഇത് അബണ്ടൻ്റ് ആയി കിടക്കുകയാണ്. സോ അതിൻ്റെ the roof tiles are cracked എന്ന് എഴുതാം. The roof tiles are cracked down and cracked down അത്ര എഴുതാം. add more imperfection with എന്താ പറയുക, ഒരു പൊട്ട സ്ഥലം എന്നൊക്കെ വന്നിട്ട് പറയും ലോസ്റ്റ് ഏരിയ എന്ന് എഴുതാം. ലോസ്റ്റ് ഏരിയ ഇത്ര എഴുതാം. ഓക്കെ, ഇതൊരു മൺസൂൺ ടൈമിൽ റെയിനി ഉള്ള ദിവസത്തിൽ തന്നെ നമുക്ക് പഠിക്കാം. ഗെറ്റ് പ്രോംപ്റ്റ് അടിക്കുക, എന്ത് ചെയ്യുക, നമ്മുടെ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഇമേജ് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഔട്ട് അവിടെ ഏകദേശം വന്നിട്ടുണ്ട്. അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൗസ് കണ്ട, എന്ത് നല്ല വീടായിരുന്നു, അതിങ്ങനെ പൊളിഞ്ഞ് പോയിട്ടുള്ള ഒരു സെറ്റപ്പ് കേട്ടോ. അടുത്ത വ്യൂ വന്നിട്ടുണ്ട് കണ്ടോ, ഒരു 30 വർഷമായിട്ട് വീട് ആളെനക്കൊന്നില്ല, അതിൻ്റെ ഒരു ഷോട്ടാണ് നമ്മൾ എടുത്തത് കണ്ടോ. അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു അതിൻ്റെ ഔട്ട്പുട്ട്, 3D റെൻഡർ ചെയ്ത് അത് കണ്ട, കൊറോണയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാക്കി എടുത്തു അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്രിയേറ്റീവായി ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് അതിനെ വീഡിയോ ആക്കാം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ സെയിം സംഭവം നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോട്ട് വേറെ ഡിഫറെൻറ്റ് ഷോട്ടുകളായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഡിഫറെൻറ്റ് ഷോട്ടുകൾ കേട്ടോ. നമ്മുടെ ആർക്കിടെക്ചർ ഒന്നും മൂവ് ആവാതെ നമുക്ക് സ്റ്റോറിയൊക്കെ ആഡ് ചെയ്യാം, ഇങ്ങനെ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്കവിടെ ആഡ് ചെയ്യാം അതേപോലെ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വർക്കുകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവരും നമ്മുടെ സ്ക്രിപ്റ്റ് കുറേ പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു, വളരെ സന്തോഷം. എല്ലാവരും ട്രൈ ചെയ്യുക, ഒരുപാട് പേര് നല്ല കമൻറ്റുകളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്ക്രിപ്റ്റ് വേണ്ടവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച് ഗൈസ്.